നിർമ്മാണം പാതി പൂർത്തിയായപ്പോഴേ ഇടുക്കിയിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ടപാതയായി മാറിക്കഴിഞ്ഞു മലയോര ഹൈവേ. പാതയുടെ ഇരുവശത്തുമായി നോക്കെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന തേയിലത്തോട്ടങ്ങളും കുന്നും മലകളും പച്ചപ്പും ഉൾപ്പെടെയുള്ള പ്രകൃതി മനോഹാരിത ഏവരുടെയും മനം നിറയ്ക്കും. കുട്ടിക്കാലത്തു നിന്ന് ആരംഭിക്കുന്ന മലയോര ഹൈവേയിൽ ഏലപ്പാറ, ചപ്പാത്ത് എന്നിവിടങ്ങളിലൂടെ കടന്നുപോകുന്ന ആദ്യ 2 റീച്ചുകൾ ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞു. സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെയുള്ള ദൃശ്യങ്ങൾക്കൊപ്പം പ്രകൃതി ഒരുക്കിയ മനോഹര കാഴ്ചകളുടെ കലവറയാണ് പാതയുടെ ഇരുവശങ്ങളും. കാഴ്ചക്കാർക്കായുള്ള പവലിയനും ഇടയ്ക്കിടെ സെൽഫി പോയിന്റുമൊക്കെയുള്ളതിനാൽ മണിക്കൂറുകൾ ചിലവഴിച്ച ശേഷമാണ് സഞ്ചാരികൾ ഇവിടെ നിന്നും മടങ്ങാറ്. கேரளாவுக்கு ஒரு 3 days ட்ரிப் வந்திருக்கோம். ஒர்க்கெல்லாம் முடிச்சுட்டு இப்போ ஸ்ட்ரைட்டாக இங்கே வரோம். இப்போது வேகமான் போகிறோம். நாங்கள் இங்கே இன்னும் நாங்கள் ஸ்டே பண்ணவே இல்லை. அதுக்குள்ளேயே நல்லா இருக்குது பார்க்குறதுக்கு. இன்னும் 2 நாளைக்கு நாங்கள் என்ன பார்க்க போகிறோன்னு எக்ஸைட்டடாக இருக்கும். நல்லா இருக்குது, கிளைமேட் நல்லா குளுன்னு இருக்குது. அப்புறம் சன்செட் அழகாக அப்படியே செட் ஆகுது. പാർക്കിംഗ് ഏരിയയും വിശ്രമ കേന്ദ്രങ്ങളും വഴിയോര ഇരിപ്പിടങ്ങളും ഉൾപ്പെടെയുള്ളവ പാതയോരത്ത് വിഭാവനം ചെയ്തിരുന്നു. ഇവിടെ നല്ല രീതിക്ക് വിദേശ വിനോദസഞ്ചാരികളെ വരെ ആകർഷിക്കത്ത രീതിയിലുള്ള വ്യൂ പോയിന്റാണ് അവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഏലപ്പാറ തൊട്ട് ചപ്പാത്ത് വരെയും അരുവികളും മലകളും കുന്നുകളും താഴ്വാരങ്ങളുമായി അതിമനോഹരമായ ഒരു പ്രദേശമാണ്. ഈ കുട്ടിക്കാനം മുതൽ ചപ്പാത്ത് വരെയുള്ള പ്രദേശം ടൂറിസം വകുപ്പ് ഏറ്റെടുത്ത് വിദേശ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ആകർഷിക്കുവാനും കൂടുതൽ അവിടെ നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുവാൻ ടൂറിസം വകുപ്പ് തയ്യാറാകണമെന്നും ഈ പ്രദേശം വിനോദസഞ്ചാരികൾ വിദേശ ടൂറിസ്റ്റ് ഉൾപ്പെടെയുള്ളവരെ ആകർഷിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയാൽ ഇടുക്കിയിലെ മികച്ച ടൂറിസം കേന്ദ്രമാക്കി മലയോര ഹൈവേയെ മാറ്റാനാകുമെന്നാണ് ഏവരുടെയും പ്രതീക്ഷ.